ഈ പെൺകുട്ടിയെ മറ്റൊരു അധികാര കേന്ദ്രത്തിന്റെ പക്ഷത്ത് നിന്ന് ചോദ്യം ചോദിക്കാൻ വിരൽ ചൂണ്ടിയാൽ മൂത്രം ഒഴിക്കും ഈ പെൺകുട്ടി. ഒപ്പം എന്ത് വരുന്നറിയോ? ഉണ്ടാക്കിയിരിക്കുന്ന ശതകോടികളുടെ ഇല്ലീഗൽ ഇടപാടുകൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴും, ഒന്നൊന്നായി പുറത്തേക്ക് വരും. ഈ കർണാടക ഹൈക്കോടതിയുടെ വിധി വന്നപ്പോ എന്താ പറയുക, ഞാൻ വളരെ കാവ്യാത്മകമായി ഇങ്ങോട്ട് പറയാം. ഇയാൾ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഈ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു അധികാരത്തിന്റെ ഒരു വലിയ സാമ്രാജ്യമുണ്ട്. ആ സാമ്രാജ്യത്തിന്റെ കടക്കൽ ഡയനാമിറ്റിന് തീ കൊളുത്തുന്ന ഒരു വിധിന്യായമാണ് വാസ്തവത്തിൽ ഈ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ആ വിധിന്യായം. ഇത് ഇയാളുടെ സാമ്രാജ്യത്തെ മുഴുവൻ വിറപ്പിക്കും. ആ വിറപ്പിക്കുന്ന നേരം ആ വിറയിൽപ്പെട്ട് സർവ്വതും തകർന്നു പോകാതിരിക്കാൻ ഇയാൾ എന്ത് ചെയ്യും? ഇയാളുടെ മകളെ ഇയാള് വേറെ സ്ഥലത്ത് കൊണ്ടേ പാർപ്പിക്കും. അത് ചിലപ്പോൾ ഇയാളുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള സ്ഥലത്തായിരിക്കും ചെയ്യുക. അങ്ങനെ എന്ത് വൃത്തികേട് പോയാലും പക്ഷെ ഇയാൾ അന്നേരം ഓർമ്മിക്കേണ്ട സംഭവമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ സ്വാഭാവികമായിട്ട് എന്താ ഒളിവിൽ പോയിട്ടുണ്ട്, വളരെ ത്യാഗപൂർണമായ ജീവിതത്തിൽ. പക്ഷേ കട്ട പൈസന്റെ കണക്കിന്റെ കൊണ്ട് പിടിക്കാൻ ആള് വരുന്നെന്ന് പറയുമ്പോൾ ഒളിവിൽ പോകുന്നത് ഒരിക്കലും ആർക്കല്ലേ. അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൗച്ചറിലൊന്നും മുറിക്കില്ല, ആരും ഒരാളും മുറിക്കില്ല. അങ്ങനെ മുറിച്ച് ശീലമുള്ളവരുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മറിച്ച് ഇയാളെ പോലെ ആൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നത് തന്നെ ഈ തരത്തിൽ മൂലധനം ഉണ്ടാക്കി ജനങ്ങളെ ഭരിക്കാനും ജനങ്ങളെ കീഴടക്കാനും കൊലയും നടത്തിയിട്ട് ഈ രാജ്യത്തിലെ രാജാവായി വാഴണമെന്നുള്ള അർമാദിപ്പിന്റെ ഭാഗമായ അധികാരത്തിൽ വന്ന ആളാണ് ഇയാളോ. ഈ അർമാദിപ്പിന്റെ അധികാരത്തിന്റെ ഭാഗമായി വരുമ്പോൾ മറുഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നാശം വരുമെന്ന് ഇയാൾ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് കണ്ടു എന്ന് പറഞ്ഞപ്പോ അയാൾക്ക് എന്ത് മാത്രമാണ്? ത്രൂ എയറിൽ വരാവുന്ന ഒരാൾ, വിമാനം വഴിയോ ഹെലികോപ്റ്റർ വഴിയോ വരാവുന്ന ആൾ റോഡിലൂടെ വരുമ്പോ എന്താ പറയാ, തന്റെ കാറിൽ തന്നെ ഇരുത്തി കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതിന് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ, അയാൾ അത്രമാത്രം വിറക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വിറക്കാൻ മാത്രമുള്ള ഒരു ഭീരുവിനെയാണ് ഈ കേരളത്തിൽ ഇത്രയും കാലം ആളുകൾ ഇയാൾ ഇരട്ട ചങ്കരാണെന്നും ഇയാൾ എന്താ സൂര്യനാണ് അങ്ങോട്ട് അടുത്ത് ചെന്നാൽ കരിഞ്ഞു പോകുന്നു പറഞ്ഞിരിക്കുന്നത് ഈ ഗോവിന്ദനല്ലേ ഇനി എന്താ പറയുകയാണല്ലോ. അത് ഇത്രമാത്രം അസംബന്ധമായ ഒരു സംഭവമായി ഈ പെൺകുട്ടിയെ അയാൾ മാറ്റുന്ന ഒരു പ്രക്രിയ നടത്തിയതിലൂടെ അയാൾ ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ സംഭവിക്കാതിരിക്കുന്ന ഒരു കാര്യം ഒന്ന് മാത്രമാണ് സംഭവിക്കാൻ പോകുന്നത്. അയാൾ വളരെ പൂർണ്ണമായും അയാൾ നഗ്നനാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്, പൂർണ്ണനായും നഗ്നനാക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ അടുത്ത് കൂടെ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ആരാ? ഈ അടുത്ത് കൂടുതൽ ന്യായീകരിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഈ പ്രമാണിമാരായിരിക്കുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുന്ന തീന്മേശ, ഈ തീന്മേശയുടെ താഴെ വാവിളർന്ന് വാലാട്ടി നിൽക്കുന്ന പട്ടിയുടെ സ്വഭാവമുള്ള ആളുകളുണ്ടാവും. വാവിളർന്ന് വാലാട്ടി നിൽക്കുന്ന ഈ ഉച്ചിഷ്ടം ഭക്ഷിക്കാൻ വാവിളർന്ന് വാലാട്ടി നിൽക്കുന്ന പട്ടിയുടെ സ്വഭാവമുള്ള ഏഭ്യന്മാർ ചിലപ്പോൾ ഈ സംഭവത്തെ വീണ്ടും ന്യായീകരിക്കാറുണ്ട്. പക്ഷേ ഈ ന്യായീകരണ തൊഴിലാളികളെല്ലാം തന്നെ ഒന്നൊന്നായി പിൻവാങ്ങിയിരിക്കുന്നു. ഈ ഒന്നൊന്നായി പിൻവാങ്ങുന്ന അവസ്ഥ വാസ്തവത്തിൽ ഇയാൾ നിസ്സഹായനായി നോക്കിക്കാണുകയാണ്. ഈ പറയുന്ന പുതിയ കോംപ്രമൈസർ അല്ലെങ്കിൽ പുതിയൊരു മീഡിയേറ്റർ ആരെങ്കിലും വന്ന് ഇയാളെ രക്ഷിക്കുമെന്നുള്ള കിനാവ് കണ്ടു നിൽക്കുന്ന ഇയാൾക്ക് സത്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു മയവുമില്ലാത്ത സത്യസന്ധവും ധീരവുമായ അന്വേഷണം നടത്തിയാൽ ഈ പൊതുസമൂഹം രക്ഷപ്പെടാനുള്ള ഏറ്റവും ഗംഭീരമായിരിക്കുന്ന ഒരു മാർഗം തുറക്കപ്പെടുമെന്ന് തന്നെയാണ് സത്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ കേരളത്തിനകത്തെ എന്താ പറയാ മുഴുവൻ ആളുകളും പ്രതീക്ഷിക്കുന്നത് ഇതിനകത്ത് ഒരു ജഡ്ജ്മെന്റ്, നീതിപൂർവമായിരിക്കുന്ന ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കട്ടെ. അതിവർ പൈസ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമല്ല, മറിച്ച് നിങ്ങൾ ഈ പൊതുസമൂഹത്തോട് എന്താണ് ചെയ്തത് എന്നുള്ള ചോദ്യമാണ്. നോക്കൂ, നിങ്ങൾ ഇപ്പോ ഞാൻ ഇതൊന്നും അല്ലാത്ത മറ്റൊരു വിഷയം പറയാം. ഈ സാധാരണ നിലയിൽ ഇപ്പൊ വന്നിരിക്കുന്ന നമ്മുടെ ഇതില്ലേ സിവിൽ സപ്ലൈസിന്റെ അകത്ത് വന്നിരിക്കുന്ന സാധനത്തിന്റെ വില നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ 35 രൂപയുടെ സാധനത്തിന് 82 രൂപ വരെ വില വർദ്ധിച്ചു. 35 രൂപയുടെ സാധനത്തിന് 85 രൂപ വരെ. അപ്പോഴും ദേശാഭിമാനിയിൽ വന്നിരിക്കുന്ന വാർത്ത എന്താണ്? വിലകൾ പുതുക്കി നിർണയിച്ചു എന്നാണ്. ഇത് വിലക്കയറ്റമാണെന്ന് പറയില്ല, പുതിയ ഭാഷയാണത്. വിലകൾ പുതുക്കി നിർണയിച്ചു. ഈ പുതുക്കി നിർണയിച്ചു എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോൾ ഇതുപോലും വിശ്വസിക്കാൻ മാത്രമുള്ള ആളുകൾ മാത്രമേ കേരളത്തിലുണ്ടെന്ന് പറയുമ്പോൾ ഏത് വിദ്യാഭ്യാസത്തെയാണ് നിങ്ങൾ വാസ്തവത്തിൽ സ്പർശിക്കുന്നത്? എന്താണ് നിങ്ങൾ പൊതുജനത്തിന് കൊടുക്കുക സന്ദേശം? എന്താണ് ഇത്രമാത്രം അസംബന്ധമാക്കി തീർന്നിരിക്കുന്ന ഒരു പൊതുസമൂഹത്തിനകത്ത് ഇയാൾക്ക് ഇനിയും കേരളീയ പൊതുസമൂഹത്തെ പരീക്ഷിക്കാനുള്ള അവസരം കേന്ദ്ര ഗവൺമെന്റും ഈ അന്വേഷണ സംഘവും കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് പ്രാഥമികമായിരിക്കുന്ന ചോദ്യം. എനിക്ക് അങ്ങനെയാണ് മേഡം ഇതിനോട് തോന്നിയിട്ടുള്ളത് കേട്ടോ. സത്യമായും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇല്ല, ഞാനിപ്പോഴും വളരെ സത്യനാപിക്കുന്നത് ഈ അന്വേഷണം എത്ര ജാഗ്രതയിൽ നടക്കുന്നുവോ അതിനനുസരിച്ച് എന്താ പറയാ, ജയിലിനകത്തേക്കുള്ള തുറന്നു വെച്ചിരിക്കുന്ന വാതിലുകൾ പാതി തുറന്നു എന്നല്ല, ഒരു ചെറിയ ഭാഗം തുറന്നു, അത് അരഭാഗം തുറക്കും, ആ വാതിൽ മലർക്കെ തുറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് എൻട്രി അവിടത്തേക്ക് മാത്രമാണ്. ഇത് വാസ്തവം എന്ന് പറയുന്നത് ഇത് അയാളുള്ള ഒരു ദേഷ്യവും കൊണ്ട് പറയുന്നില്ല.
പക്ഷേ ഇത് ഇയാൾ അനുഭവിക്കണം. ഇത് അനുഭവിക്കണം എന്ന് പറഞ്ഞ കാര്യം ഇതിന്റെ ഇടയിൽ ഞാൻ മറ്റൊരു കാര്യം ഒരു കാര്യോട് പറയാം. ഇപ്പൊ ഇതൊരു ഭാഗത്ത് വരുന്നു. ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു ജഡ്ജ്മെന്റ് ഇല്ലേ, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് ഇല്ലേ, ഈ ജഡ്ജ്മെന്റ് അകത്ത് വന്നിരിക്കുന്നത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന രണ്ടുപേരെയും ഇപ്പോഴെന്താന്ന് പറഞ്ഞാൽ അവർക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ കുറ്റപത്രത്തിനകത്ത് പോലീസ് സമർപ്പിച്ചിരിക്കുന്ന അന്വേഷണ സംഘത്തിന്റെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ഇനിയും കൃത്യമായി അന്വേഷണം നടത്തിയ കുറച്ച് ആളുകളെ കൂടി പിടിക്കാനുണ്ട്, അല്ലെങ്കിൽ അന്വേഷിക്കാണ്ട് കണ്ടെത്താൻ ആ അന്വേഷണം നടക്കുകയാണ് എങ്കിൽ, അന്വേഷണം കൃത്യമായി നടക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ മനുഷ്യൻ ആ കൊലപാതകത്തിനകത്ത് ഈ മനുഷ്യൻ അതിൽ പ്രതിയാകുമെന്നാണ് പോലീസിന്റെ അകത്തുണ്ടാകത്ത് ഉന്നത ഉദ്യോഗസ്ഥന്മാർ പോലും പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും സംഭവിച്ചത് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ആ വിഷയം അവസാനിപ്പിച്ചത്. ഇവിടെയും നമ്മൾ കാണേണ്ടിരിക്കുന്ന മറ്റൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, പിന്നെ മാവേലിക്കര കോടതിയുടെ ഒരു ഗംഭീരമായിരിക്കുന്ന ഒരു വിധിന്യായം ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായില്ലേ, ഗൂഢാലോചന നടത്തിയിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ 15 പേരെയും ശിക്ഷിച്ചിരിക്കുന്ന ഒരു വിധിന്യായം വന്നല്ലോ. ആ വിധിന്യായത്തിന്റെ പിൻബലത്തിൽ തീർച്ചയായും ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിനകത്ത് വീണ്ടും ഒരു പുനരന്വേഷണത്തിലുള്ള സാധ്യതകൾ ഇനിയും നിയമപരമായി ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നാണ് ഞാൻ സ്വാഭാവികമായി സംശയിക്കുന്നത്. നിയമപരമായി ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ നിയമപരമായി ഒളിഞ്ഞു കിടപ്പുള്ള സാധ്യതയെ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടവും കൂടി രൂപപ്പെടുന്നതോടെ സത്യത്തിൽ എന്താവും പറയും നിങ്ങൾ, സത്യത്തില് ഈ പൊതുജനങ്ങളെ മുഴുവൻ തന്നെ ഇങ്ങനെ അപമാനിച്ചും ഭീഷണിപ്പെടുത്തിയും കീഴ്പ്പെടുത്തിയും ഭരിച്ചും അർമാദിച്ചു നിൽക്കുന്നവന് ചുറ്റും തന്നെ ഒരു പുതിയ രാവണൻ കോട്ട ഇയാൾക്ക് ചുറ്റും, ഇയാളുടെ കുടുംബത്തിന് ചുറ്റും വളർന്നു വരികയാണ്. ഈ വളർന്നു വരുന്ന രാവണൻ കോട്ടയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ ഉള്ള സാധ്യതകൾ പിന്നെ വിരളമാകുന്ന ഒരു ജനാധിപത്യ ഒരു സമൂഹം, അല്ലെങ്കിൽ ജനാധിപത്യ ബോധം, അല്ലെങ്കിൽ ജനാധിപത്യ രീതി അത് വളരെ കൃത്യമായി കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേണം ഈ കേരളത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന സംഭവമാണ്, കേരളത്തിനകത്ത് കരഞ്ഞ് കണ്ണീര് വെച്ചിപ്പോയി നിലവിളിച്ച് നിസ്സഹായിയായി പോയിട്ട് പോലും ഇപ്പോഴും ഈ ഭൂമിയിൽ കാലുറപ്പിച്ച് യുദ്ധം ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ പേരാണ് സ്വപ്ന സുരേഷ്. മാനാപമാനത്തിന്റെ നിലയില്ലാ കയത്തിലേക്കാണ് ഇയാളുടെ കൂളസംഘവും ചേർന്ന് ചവിട്ടി താഴ്ത്തിയത്. ആ സ്ത്രീയെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത മുഴുവൻ അപരാധങ്ങളും ജയിച്ചു. അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് യാതൊരു ലജ്ജയും മനസാക്ഷി കുത്തുമില്ലാതെ ഇയാൾ പറഞ്ഞെന്താ, എനിക്ക് ഈ സ്ത്രീ എനക്ക് ഒരാളെ അറിയില്ല എന്നാ പറഞ്ഞ്. നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്ക്. പറ്റുമോ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ചെയ്യാത്ത കൊടും ക്രൂരതയാണ് ആ സ്ത്രീയോട് ഈ പറയുന്ന വിദ്വാൻ ചെയ്തു വെച്ചതെന്ന്. ഈ വിദ്വാൻ ഇവളെ കുടുംബം ഒന്ന് ചെയ്തു വെച്ചത്. ഈ ചെയ്തു വെച്ചിരിക്കുന്നതിന് പ്രകൃതി നീതിയൊന്നും ഞാൻ പറയുന്നില്ല, സ്വാഭാവികമായിട്ട് പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു സംഭവത്തിനകത്ത് ആ ഇൻട്രിയം പിന്നെ ഇതുണ്ടല്ലോ, അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്ന് അവരുടെ ഇൻഡസ്ട്രീസിന്റെ, അതൊരു ദൈവഗണമാണ് എങ്കിൽ ആ ദൈവഗണത്തിന് അനുബന്ധമായി വരാവുന്ന മറ്റൊരു സംഭവമായി ഈ കേരളത്തിനകത്ത് കീറി പറഞ്ഞു പോയിരിക്കുന്ന സ്വപ്ന സുരേഷിന്റെ കരച്ചിലുണ്ട്. ആ കരച്ചില് അർത്ഥം കാണാൻ പോവുകയാണ്. ആ അർത്ഥം കാണുമ്പോൾ സ്വപ്ന സുരേഷിനെ കൊണ്ടുപോയി ജയിലിലിട്ടിട്ട് കൊണ്ട് കൊല്ലാനും അവരെ പീഡിപ്പിക്കാനും അവർ എന്തെല്ലാം ചെയ്ത് അപമാനിക്കാനും ഇതൊക്കെ ചെയ്ത സമയത്ത് പോലും അവരപ്പോഴും പറഞ്ഞല്ലോ ഞാനിത് ചെയ്തത് മുഴുവൻ തന്നെ ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയല്ല. ഇത് മുഖ്യമന്ത്രിയുടെ കുടുംബവും, പ്രത്യേകിച്ച് അയാളുടെ ഒരു വിവരമില്ലാത്ത ഭാര്യയും, അവർ വളരെ കൃത്യമായ ആത്മഹത്യക്കത്ത് പറയും, ഒരു വിവരമില്ലാത്ത ആത്മഹത്യയും അവരുടെ ആർത്തിപ്പണ്ടാരവും ഇത് മാത്രമായിരുന്നു വാസ്തവത്തിൽ ഇത്രയും വഷളാക്കിയത് എന്നുകൂടി അവരുടെ ആത്മകഥക്കകത്ത് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വന്നിരിക്കുന്ന ഘട്ടം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ തന്റെ മകളിലൂടെ തിരിച്ചടിക്കുമെന്ന് പ്രതീക്ഷിക്കാതെ പോയിരിക്കുന്ന അയാൾ വാസ്തവത്തിൽ എത്രമാത്രം വിഡ്ഢിയുമാണ് എന്നാണ് വാസ്തവത്തിൽ ഇതിന്റെ മുകളിൽ പറയാനുള്ള സാധനം ശരിക്കത്. അത് ശരിക്കും അത്രയും വരുള്ളൂ. അത് അവിടെ അങ്ങനെ തന്നെ വരണം. അത് ആ വരുന്നിടത്തോട്ട് വച്ച് മാത്രമാണ് അതായത് അപമാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ. ഒരാൾ ചോദിക്കാനും പറയാനും ഇല്ല എന്ന് പറയുമ്പോൾ അവരെ നിങ്ങൾക്ക് ചവിട്ട് നിലത്തേക്ക് നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത്? ഇപ്പൊ നമ്മളിപ്പോ വേറെ എവിടെയും പോണ്ട. നമ്മളിപ്പോ ആലപ്പുഴയിൽ ചെല്ലുമ്പോ കടക്കുന്ന സമയത്ത് KPSCയുടെ ഒരു ഇതുണ്ട്, എംബ്ലം ഉണ്ട്, ഒരു സ്ത്രീയും ഒരു പുരുഷനും നിൽക്കുന്നത്, അരിവാളും ചുറ്റികയും കൊടുത്തിരിക്കുന്നത് അരിവാളും ചുറ്റികയും, അതായത് ആ ശില്പം, അത് KPSC കേരള പ്രദേശ് ആർട്സ് കമ്മിറ്റിയുടെ സിമ്പൽ അതാണ്. അത് ശരിക്കും എന്താ കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീയും ഒന്നിച്ചു നിൽക്കുന്നതാണ്. നിങ്ങൾ ഈ പറയുന്ന സ്വപ്ന സുരേഷ് നിങ്ങൾ എന്താ ചെയ്തു വെച്ചത്? നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യാവുന്ന മുഴുവൻ സംഭവം ചെയ്യിപ്പിച്ചേരം നിങ്ങളുടെ സ്വന്തം കാര്യത്തിനുമായിട്ട് അയാൾ യാതൊരു ലജ്ജയുമില്ലാതെ കേരളത്തിലെ നിയമസഭക്കത്ത് വിളിച്ചു പറഞ്ഞ ഈ സ്ത്രീയെ എനിക്ക് അറിയില്ല എന്നാ അറിയില്ലായിരുന്നു അല്ലേ? നൂറുകണക്കിന് ഫോട്ടോകൾ, എത്രമാത്രം ഫോട്ടോ, ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഇതൊന്നും എനിക്കറിയില്ല. അത് അവസാനം എന്ത് ചെയ്തു? അത് അവസാനം ശിവശങ്കരന്റെ ചുമലിൽ കൊണ്ടുപോയി കെട്ടിയേൽപ്പിച്ചു. അത് ശിവശങ്കരൻ ജയിലുമായി രോഗവുമായി ശിവശങ്കരൻ തൊലഞ്ഞു. അപ്പോഴും ഇയാൾ ചിരിക്കുകയാണ്. അന്വേഷണ സംഘം വരുമ്പോഴത്തേക്ക് എന്താന്ന് ഈ ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ച് മാത്രം ഒരു ഇടിയും മിന്നലും ഉണ്ടാകുന്നു. രേഖകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും അവരെ വിങ്ങിപ്പൊട്ടിയ മനസ്സിൽ നിന്ന് വരുന്ന കണ്ണീര്, അതായത് അതാണ് ശരിക്കും കണ്ണീരെന്ന് പറയുന്നത്. വിങ്ങിപ്പൊട്ടിയ മനസ്സിൽ നൂർന്നു വീണിരിക്കുന്ന കണ്ണീർ കണങ്ങൾ,
ആ കണ്ണീർ കണത്തിന് കിട്ടുന്ന കൂലിയും കൂടിയാണ് ഈ പറയുന്ന പെൺകുട്ടിയുടെ മുമ്പിലേക്ക് ജയിലിന്റെ വാതിലുകൾ തുറക്കുന്ന അവസ്ഥ വരുമ്പോ ഈ അച്ഛനെന്ത് വേണമെന്ന് ഞാൻ ഒരു തവണ ഒരു ചാനലിനകത്ത് ഞാൻ പറഞ്ഞാണ്, കാല് വന്ന പട്ടിയെ പോലെ ഇയാൾ ഓടണം, കാല് വന്ന പട്ടിയെ പോലെ ഇയാൾ ഓടണം. ഈ ഓടുന്ന ഓട്ടം കണ്ടിട്ട് കേരളത്തിലെ പൊതുജനം ഓരോ ആളുകളും എന്താ പറയാ ഉള്ളറിഞ്ഞ് ചിരിക്കണം. അതോടൊപ്പം തന്നെ എന്ത് വേണമെന്നറിയോ, ഈ പൊതുസമൂഹത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിത്തീർന്നതിന്റെ ആഹ്ലാദ പ്രകടനം എന്ന നിലയിൽ ഇവരെല്ലാവരും തന്നെ പടക്കം പൊട്ടിച്ചത് വരവേൽക്കുകയും ചെയ്യണമെന്നാണ് അത്യന്തമായി ഞാൻ ആഗ്രഹിക്കുന്നത്. വേണം